എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റമദാൻ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ഹൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എംബ്രോയ്ഡറി ഹൂപ്പ്സ് ഇല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് എങ്ങനെ എംബ്രോയ്ഡറി ഹൂപ്പ്സ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടിട്ട് അതേപോലത്തെ ഹൂപ്പ്സ് ഉണ്ടാക്കിയെടുത്താലും മതി. അതല്ലെങ്കിൽ ഇതേപോലത്തെ എംബ്രോയ്ഡറി ഹൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അത് സൈസും അതുപോലെ ഷേപ്പൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കളറ് ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഓക്കെ, അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ കുറച്ച് നമ്മളിങ്ങനെ ലൈറ്റ് ഉണ്ടല്ലോ, ഫെയറി ലൈറ്റ്സ് ഇല്ലേ, അപ്പോൾ ഇതേപോലത്തെ ഫെയറി ലൈറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ചീപ്പായിട്ടും പല റേറ്റിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഷോപ്സിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മളിതാ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് റമദാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യേണ്ട, നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഹൂപ്സിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ടേപ്പ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ ഈ ഒരു ഫെയറി ലൈറ്റ്സ് ഇങ്ങനെ ഫുള്ള് ഈ എംബ്രോയ്ഡറി ഹൂപ്സ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡ് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് നമ്മുടെ ഹൂപ്സ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പം കണ്ടല്ലോ, ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം മുകളിൽ നിന്ന്, അതായത് പുറത്തുനിന്ന് ഉള്ളിൽ കൂടെ, അതായത് അങ്ങനെയാണ് എടുക്കുന്നത്. കണ്ടോ, ആ ഹൂപ്പ് ഉള്ളിൽ. അപ്പോൾ ഓരോ സൈഡ് വരുന്ന സ്ഥലത്തും നമ്മൾ നമ്മുടെ സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നിൽക്കില്ല. എന്താ വെച്ചാൽ റൗണ്ട് ടൈപ്പിലുള്ള ഹൂപ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ടേപ്പ് ഒട്ടിക്കാതെ നിൽക്കില്ല. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു സീസണലായിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ഈ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഈ ഹൂപ്സ് ഫുള്ളായിട്ട് നമുക്ക് ഇതിനെ അങ്ങ് റിങ് ഫുള്ളായിട്ട് ഈ ഒരു ഫെയറി ലൈറ്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫെയറി ലൈറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ജൂട്ട് ത്രെഡിൽ എന്തെങ്കിലും കളർ പേപ്പേഴ്സ് ചെയ്തിട്ട് അങ്ങനെ ആയാലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെയേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ ഹൂപ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് ഇലകളും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ആ ഒരു ഹൂപ്പ് ടൈറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് അതൊരു കാണുമ്പോൾ ഒരു അഭംഗിയല്ലേ, അപ്പോൾ അവിടെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മുകളിൽ കാണുന്ന ഭാഗത്ത് കുറച്ച് ലീവ്സും, ആർട്ടിഫിഷ്യൽ ലീവ്സാണിത്, ആർട്ടിഫിഷ്യൽ ലീവ്സും ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ കട്ടിങ് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോസിൽ ചെയ്തിട്ടില്ലേ, പേപ്പർ കൊണ്ട് ലീവ്സും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്, അതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോം ഫ്ലവറും എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബേസ് മെറ്റീരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ബ്ലാക്ക് കളറിലൊരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് എങ്ങനെയാണ് കളർ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇത് ഹോം മെയ്ഡ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിപ്പോൾ റമദാൻ തീം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ റമദാൻ കരീം എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ തീം അനുസരിച്ച് നമുക്കിവിടെ എഴുതി കൊടുക്കുന്ന കോഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാം. ഹാപ്പി ഹോം, റമദാൻ കരീം, ഹാപ്പി ന്യൂ ഇയർ, അങ്ങനെയുള്ള ഹാപ്പി ഈസ്റ്റർ, അങ്ങനെയുള്ള പല ഇതുകളും നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനത് പെൻസിൽ കൊണ്ടൊന്ന് എഴുതി കൊടുത്തു. അതിന് ശേഷം ഞാൻ പേൾ സിൽവർ ഉണ്ടല്ലോ, ആക്രിലിക് കളേഴ്സ്, അത് വെച്ചിട്ട് അതിന് മുകളിലൂടെ എഴുതി കൊടുക്കുകയാണ്. അപ്പോഴാണ് അത് ആ ബ്ലാക്കിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സിൽവറാണ് കൊടുക്കുന്നത് കേട്ടോ, ബ്ലാക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് ഗോൾഡ് ആയാലും ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് നമ്മളുടെ ആ ഫെയറി ലൈറ്റ് ഫുള്ള് ഒരു സിൽവർ അതിലല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്കിൽ സിൽവർ വരുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത്. അതിന് ശേഷം കുറച്ച് സ്റ്റാർസും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റമദാൻ തീമിലോട്ട് മൂണൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ. അപ്പം ഇതേപോലെ ഈ ബ്ലാക്ക് കളർ മൂണിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് ബ്ലാക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഡോറിൽ ഹാങ് ചെയ്തേക്കാണ് കണ്ടോ. ഞാൻ മുകളിലും ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫ്ലവർ വെച്ച് ഹാങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡോറിൽ
ഹാങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു റമദാൻ തീമിൽ നമുക്കത് ഇതേപോലെ ലൈറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നല്ലൊരു റമദാൻ തീമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഫ്താറും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഗെറ്റ് ടുഗദേഴ്സൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തീമിൽ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വേറെ ഏത് ഒക്കേഷനാണെങ്കിലും ഈ ഒരു റമദാൻ കരീം എന്ന് എഴുതിയത് മാറ്റിയിട്ട് ആ കോഡ്സ് അവിടെ വേറെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഹാപ്പി ഹോം എന്ന് എഴുതിയിട്ട് പെർമനൻ്റ്ലി നമുക്ക് ഡോറും ഇതേപോലെ ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്തിടാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയല്ലേ ഇത് ചെയ്യാനായിട്ട്, അധികം കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ പല വീടുകളിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹൂപ്സ് മാത്രമാണ് ഇല്ലാതിരിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഹോം മെയ്ഡ് ഹൂപ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് റമദാൻ കരീം വേണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള തീം വെച്ചിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഡെക്കോർ പീസായിട്ട് റെഡിയാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.